സാധാരണ നിലയിൽ സർക്കാർ അനുവദിച്ചിട്ടുള്ള 10,000 രൂപ വീതമുള്ള അടിയന്തര ധനസഹായം 821 കുടുംബങ്ങൾക്ക് ഇന്നലെ വൈകുന്നേരത്തോടെ വിതരണം ചെയ്തു കഴിഞ്ഞു. മരണമടഞ്ഞ കുടുംബങ്ങൾക്കുള്ള 8 ലക്ഷം രൂപ, അതായത് STRF-ൽ നിന്ന് 4-ഉം CMDRF-ൽ നിന്ന് 2-ഉം PMDRF-ൽ നിന്ന് 2-ഉം ഉൾപ്പെടെ 8 ലക്ഷം രൂപ 93 കുടുംബങ്ങൾക്ക് ഇതിനകം വിതരണം ചെയ്തു. അതിൻ്റെ കാരണം ആകെ മരണപ്പെട്ടത് ഐഡന്റിഫൈ ചെയ്ത 176 ബോഡികളിൽ 93 എക്സ്ഗ്രേഷ്യ കൊടുക്കാൻ കഴിയും വിധം ഇപ്പോൾ തയ്യാറായിട്ടുള്ളൂ. ബാക്കി വരുന്ന 58 പേർ സാധാരണ നിലയിൽ പറയാൻ പ്രയാസമുണ്ടെങ്കിലും അവരുടെ കുടുംബങ്ങൾ ഫുള്ളി വാഷ്ഡ് ഔട്ടാണ്. ബാക്കി വരുന്ന 25 പേർ നെക്സ്റ്റ് ഓഫ് കിൻ കാണാനില്ല, മിസ്സിംഗ് ആണ്. അത് കണ്ടെത്തിയാൽ മാത്രമേ അവർക്ക് കൊടുക്കാനാകൂ. അപ്പം 176 പേരിൽ ഈ 58-ഉം 25-ഉം ഒഴിച്ചാൽ ബാക്കി 93 പേർക്കും ഇപ്പോൾ 8 ലക്ഷം രൂപയുടെ സഹായം വിതരണം ചെയ്തു കഴിഞ്ഞു. ഉപജീവന മാർഗം എന്ന നിലയിൽ ക്യാമ്പ് വിട്ടു പോകുമ്പോൾ 300 രൂപ വീതം ഒരു കുടുംബത്തിലെ 2 പേർക്ക് വിതരണം ചെയ്യാം എന്ന് നമ്മൾ നിശ്ചയിച്ചിരുന്നു. അതിൽ ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 1342 വ്യക്തികൾക്ക് അത് വിതരണം ചെയ്തിട്ടുണ്ട്. സർക്കാർ വീട്ടിലോ വാടക വീടുകളിലോ താമസിക്കുന്നതിൽ നമ്മളിപ്പോൾ കണക്കെടുത്ത് നോക്കുമ്പോൾ 543 കുടുംബങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകൾ സമാഹരിച്ചു കഴിഞ്ഞു. അവർക്ക് എല്ലാ മാസവും 5-ാം തീയതി കൃത്യമായി വാടക എത്തിക്കാൻ കഴിയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. മുണ്ടക്കൈ സ്കൂളിൽ അധ്യയന വർഷം ആരംഭിച്ചു. നമ്മളിപ്പോൾ APJ സ്കൂൾ, പിന്നെ പഞ്ചായത്ത് ഹാളിൽ മുണ്ടക്കൈയിൽ LP സ്കൂളുകാർക്ക് വേണ്ടിയുള്ള ക്ലാസ്സുകളും, അതുപോലെ തന്നെ പിന്നെ വെള്ളാർമല സ്കൂളിലെ കുട്ടികൾക്ക്, മുണ്ടക്കൈ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്കും വേണ്ടിയിട്ടുള്ള സാധാരണ നിലയിൽ ക്ലാസ്സുകൾ ആരംഭിച്ചു. ഈ 2-ാം തീയതി ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ടുള്ള പ്രവേശനോത്സവം ഇപ്പോൾ നമ്മൾ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. സാധാരണ നിലയിൽ പരിശോധിക്കുമ്പോൾ 1009 കുടുംബങ്ങൾക്ക് കുടുംബശ്രീയുടെ മൈക്രോ പ്ലാൻ ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഈ സ്വാഭാവികമായിട്ടും അക്കൗണ്ടുകൾ അയക്കുന്നതിലും ഏതെങ്കിലും വിധത്തിലുള്ള ധനസഹായം വിതരണം ചെയ്യുന്നതിലും പ്രയാസമുണ്ടായ അനുഭവങ്ങളുണ്ടെങ്കിൽ ഒരു കാരണവശാലും പേടിക്കേണ്ട, അതിനെ പർവ്വതീകരിക്കേണ്ട. ആ വിവരങ്ങൾ ലഭ്യമായാൽ അപ്പോൾ തന്നെ അത് കൊടുക്കാനുള്ള സംവിധാനം ഉണ്ടാകും. ഞാൻ മനോരമയിലൂടെ ഇത് കാണുന്ന എല്ലാവരോടും കൂടി പറയട്ടെ, ഇതിനാവശ്യമായി ഒരു ഹെൽപ്പ് ഡെസ്ക് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട്. 0493203450 എന്ന നമ്പറിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. പുനരധിവസിക്കപ്പെട്ടവർക്ക് ഏതെങ്കിലും വിധത്തിലുള്ള പ്രശ്നമുണ്ടോ എന്നറിയാൻ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് എക്കണോമിക്കൽ ഡിപ്പാർട്ട്മെന്റുകളോട് അവരെ വിളിച്ചു ചോദിക്കണം എന്നറിയിച്ചിട്ടുണ്ട്. ഹെൽപ്പ് ഡെസ്കിൽ ഉണ്ടായ പരാതികൾ നേരിട്ട് കൈകാര്യം ചെയ്യാൻ അസിസ്റ്റന്റ് കളക്ടറായിട്ടുള്ള ഗൗതം IAS-നെ ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വിധത്തിൽ മാധ്യമങ്ങൾക്കോ വ്യക്തികൾക്കോ ഏതെങ്കിലും വിധത്തിലുള്ള പരാതികളുണ്ടെങ്കിൽ ഒന്ന് ബന്ധപ്പെട്ടാൽ ഇത്ര വലിയൊരു ദുരന്തം ഒരു മാസത്തിനുള്ളിൽ നമുക്ക് പുനരധിവാസം താൽക്കാലികമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞതിന്റെ വേഗത കൂടി കണക്കിലെടുത്തുകൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള ചെറിയ പ്രയാസങ്ങൾ ഉണ്ടായാൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്നു, അവർക്ക് ആവശ്യമായതെല്ലാം കൊടുക്കാൻ സംഘടിതമായി നമുക്ക് നിൽക്കാം. ഇതിൽ ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ഞങ്ങളോ നിങ്ങളോ എന്ന ചർച്ചയുണ്ടാകേണ്ട. മാധ്യമങ്ങൾ കൂടി ഇതിന്റെ ഭാഗമായി, നേരത്തെ റാഷിദ് പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നവരാണ്. എവിടെയാണോ പെശക്, ഏത് കുടുംബത്തിനാണോ എത്താൻ എന്തെങ്കിലും കുറവുള്ളത്, അടിയന്തരമായി ഇന്ന് മനോരമയോ അവരോ കണക്ക് തന്നാൽ 24 മണിക്കൂർ കൊണ്ട് അതെത്തിക്കാം എന്ന കാര്യവും ഞാൻ ഉറപ്പു നൽകുന്നു.